ഹലോ, വേദിയിലുള്ള എല്ലാവർക്കും നമസ്കാരം. വേദിയിലും മറ്റും ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും തന്നെയുണ്ട്. ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു നിറഞ്ഞ വേദി തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ഒരു ആശയത്തെക്കുറിച്ച് ആക്ച്വലി എങ്ങനെ വന്നു എന്നുള്ളത് ഞാനിപ്പോഴും ഒരു അത്ഭുതത്തോടെയാണ് കാണുന്നത്. അത് പിന്നെ വന്നപ്പോൾ അത് ബയോളജിക്കലായിട്ട് വളരുകയും ചെയ്തു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തോന്നി എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ വീട്ടുമുറ്റം എന്നൊരു പ്രോഗ്രാമുണ്ട്. അങ്ങനെ ഒരു സംഭവത്തെ നമുക്കൊന്നുകൂടി മിനുക്കിയെടുത്ത് ചെയ്താൽ എന്താ. അതേസമയം തന്നെ ശിഖയിലെ ജയകുമാർ മാഷ് പറഞ്ഞ പോലെ, രാവണി മാഷ് പറഞ്ഞ പോലെ വെളിച്ചം കാണാത്ത കുറച്ച് പേരുണ്ട്, വേദി കിട്ടാത്ത കുറച്ച് പേരുണ്ട്. അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പ്രോഗ്രാം തുടങ്ങിയാൽ എന്ന് എൻ്റെ മനസ്സിൽ വരികയും, അത് ഏറ്റവും പ്രിയപ്പെട്ട 2 പേരുണ്ട് എനിക്ക്, സുഹൃത്തുക്കളൊക്കെ 2-3 പേര്. അവരോടെല്ലാം സംസാരിക്കുകയും ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് സുധാരനെയും ദർശനയാണ്. സുധാരൻ എപ്പോഴും പാതിരാത്രി വിളിച്ചാലും പറയും, കൂടെ ഉണ്ട് മാഷ് എന്ന് പറയും. എന്തിനാണെന്നൂലും അറിയാതെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആളാണ് സുധാരൻ മാഷ്. ദർശനയാണെങ്കിലും എപ്പോഴും കൂടെയുള്ളതാണ്. അതിനുശേഷം ഞാൻ ഡോക്ടർ സുഭാഷിനിയോടും ഈ കാര്യം സംസാരിച്ചു, സുഹൃത്തായ മുനീറയോട് സംസാരിച്ചു, ശൈലജയോട് സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ചില കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് രാവണി മാഷിനോട് ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞു, മാഷ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, താങ്കളുടെ അഭിപ്രായം എന്താണെന്ന്. ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ചുമ്മാ തുണയിക്കോളാൻ അങ്ങനെ പറഞ്ഞ എല്ലാവിധ പിന്നിലും മുന്നിലും ഒപ്പവും കൂടെയും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ചോദ്യം പോലും ഇങ്ങോട്ട് ചോദിക്കാതെ, ഒരു വിശദീകരണം പോലും ചോദിക്കാൻ അദ്ദേഹം കൂടെ ഉണ്ടായത്. ആ ഒരു ഉറപ്പിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇത് സംഭവം വിജയകരമായി തന്നെയാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചത്. അതിൻ്റെ കാരണം നമ്മളെല്ലാവരും തന്നെയാണ്. നിങ്ങളാണ്, വേദിയിലിരിക്കുന്നവരാണ്, ഇത് കേൾക്കാൻ വന്നവരാണ്, പാനലിൽ പങ്കെടുത്തവരാണ്. പിന്നെ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സാഹിത്യ വേദികളും ആഘോഷങ്ങളും നടക്കുന്ന വേദിയിൽ എന്തുകൊണ്ട് കാവ്യശിഖ കൂടി ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് നമുക്കിവിടെ കിട്ടുന്നത്. സാഹിത്യമാണെങ്കിൽ മനുഷ്യഹൃദയത്തിൻ്റെ സ്വരമാണ്. അനുഭവങ്ങളും വികാരങ്ങളും ചിന്തകളും എല്ലാം വാഗ്രൂപത്തിൽ പകരുന്ന ഒരു വർണ്ണപ്രപഞ്ചമാണെന്ന് ഞാൻ കരുതുന്നുണ്ട് സാഹിത്യം. ആ വാക്കുകളുടെ മായാജാലത്തിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ നിഴലുകളും പ്രകാശവും തുറന്നു കാട്ടുന്ന ഈ കലാരൂപം കാലങ്ങളായി നമ്മുടെ സംസ്കാരത്തിൽ, നമുക്കെല്ലാം 18 കവികളും കൊടുങ്ങല്ലൂർ കളരിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് അവരും ചെയ്തുകൊണ്ടിരുന്നത്. ഏതെങ്കിലും വീട്ടുമുറ്റത്തോ മാംചോട്ടിയിലോ ആൽത്തറയിലോ എല്ലാം നടക്കുന്ന ഈ സംഭവത്തെ നമ്മൾ ആധുനികവൽക്കരിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള സന്ദേശങ്ങൾ നമ്മളെപ്പോഴും കൂടെ വരികയും അത് നമുക്ക് മാതൃകകളാകുകയും ചെയ്യുന്നുണ്ട്. സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനമാകുന്നതിനും ഇതൊക്കെ തന്നെയാണ് കാരണം. ഇങ്ങനെയുള്ള ആഘോഷങ്ങളാണ് മലയാള ഭാഷാ സാഹിത്യത്തെ വ്യതിരിക്തമായും സ്വതന്ത്രമായും മുന്നോട്ട് നയിച്ചതും. ആധുനിക കാലത്ത് ഇത്തരം ആഘോഷങ്ങൾ വളരെയധികം ഉണ്ടെന്നുള്ളതുകൊണ്ടും, പ്രത്യേകിച്ച് വാട്സപ്പ് കൂട്ടായ്മകളിലും നവമാധ്യമങ്ങളിലും ഉള്ളത്, അതൊരു പ്രചോദനം തന്നെയാണ് നമുക്ക്. ഞാനെപ്പോഴും കരുതുന്നത് മലയാളികളെല്ലാവരും തന്നെ സഹൃദയരും അതേപോലെ കവികളുമാണെന്നാണ്. എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അതിലൊരു കവിത്വം, അതിലൊരു ഭാവന കൂടിയുണ്ട്. ആധുനിക കാലത്ത് ഇത്തരം ആഘോഷങ്ങൾ നമുക്ക് പ്രചോദനമാകുമ്പോൾ, സാഹിത്യ കൂട്ടായ്മയും ഒത്തുചേരുമ്പോൾ, സംവദിക്കുമ്പോൾ അവയെല്ലാം നമ്മുടെ സ്വരം കേൾക്കാനും കേൾപ്പിക്കാനുമുള്ള അവസരമാണ്. അപ്പോഴും വേദിക്ക് പിന്നിലുള്ളവരുടെ സ്വരം മുന്നിലെത്തിക്കുക എന്നൊരു നിയോഗം ആണ് ശിഖ ഏറ്റെടുത്തത്. അങ്ങനെയുള്ള കവിശിഖയെ ആഘോഷിക്കാനാണ് ഇന്ന് നാം ഒത്തുചേരുന്നത്. സാഹിത്യലോകത്തിൻ്റെ ആഴവും പരപ്പും ഗഹനമായ ചിന്തയും ഒരുമിച്ച് ചേർന്ന് ഒരു സാംസ്കാരിക ഉത്സവമായി മാറുന്ന ഈ വേദി സൃഷ്ടിപരമായ ചിന്തകൾക്ക് പുതുജീവൻ പകരട്ടെ. സ്വരമില്ലാത്തവരുടെ മൗനവും അർത്ഥവത്താണ്. അവയ്ക്ക് കൊടുങ്കാറ്റിൻ്റെ ശക്തിയുണ്ട്. പ്രത്യേകിച്ചും അത് അദ്വൈതാശ്രമം പോലുള്ള ഒരു വേദിയിലാവുമ്പോൾ അതിൽ കൂടുതൽ അർത്ഥമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇന്നത്തെ കാലത്ത് കാലികമായി. കവിശിഖ ഫെസ്റ്റ് 2026 വായനയെ, രചനയെ സ്നേഹിക്കുന്ന മനസ്സുകളുടെ സംഗമമാണ്. പുതുതലമുറയുടെ ചിന്തയെ ഉണർത്തുകയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സൗന്ദര്യം പുതുക്കിപ്പറയുകയും ചെയ്യുന്ന ഒരു മനോഹരമായ അവസരം കൂടിയാണ്. കവിശിഖയിലെ 30ഓളം വരുന്ന എഴുത്താളരെ ഒരു വേദിയിൽ ഇരുത്തി കാലോചിതമായ വിഷയങ്ങളിലൂടെ ഏവർക്കും സഞ്ചരിക്കുവാനുള്ള അവസരം ഒരുക്കുന്നതോടൊപ്പം പ്രേക്ഷകരായി വരുന്നവർക്ക് ഒരു സംവേദന സദ്യ ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ശിഖ ഫെസ്റ്റ് സംഘാടകരുടെ ലക്ഷ്യം. ഒരുപക്ഷെ ഇത്തരം കൂട്ടായ്മകളിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു വേദി ഒരുങ്ങുന്നത്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമുക്ക് കാവ്യശിഖയ്ക്കും കാവ്യശിഖയിലെ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് നെടുന്തൂണ രാവണി മാഷിൻ്റെ വിശ്വാസത്തിലടുത്താണ് നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ തന്നെ ചെയ്തോളൂ, അതിനെന്താ മുമ്പിലുണ്ട് കൂടെയുണ്ടെന്ന് പറയുന്ന നല്ല മനസ്സ്.
കവിശിക ഫെസ്റ്റ് ഒരു മാതൃകയാണെന്നും കൂടി ഞാൻ കരുതുന്നു. നമുക്കെല്ലാവർക്കും മാതൃകയാണ്, നമ്മുടെ എല്ലാവരുടെയും സ്വരമാണ്. അതുകൊണ്ട് ഇനിയും ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതോടൊപ്പം 2 വാക്കുകൾ കൂടി. ഇങ്ങനൊരു ആശയം മനസ്സിൽ ഉദിച്ചപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത അൺകണ്ടീഷണലായിട്ടാണ് നമുക്ക് ഈ സപ്പോർട്ട് കിട്ടിയത്. ഷിഗയിലില്ലാത്തവരും ഷിഗയെ എന്താണെന്ന് അറിയാത്തവർ പോലും ഞാൻ സമീപിച്ചപ്പോൾ അതിനെന്താ പറ്റുന്ന സഹായം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അത്തരം നല്ല മനസ്സുകൾ നമ്മുടെ കൂടെയുണ്ട്. സാറേ ഒന്ന് ചോദിക്കുക പോലും ഇല്ല, ആ കൂടെ ഉണ്ടെന്ന് ഒരു വാക്ക് പറയുന്നേ ഉള്ളൂ. അതൊക്കെയാണ് വലിയൊരു കാര്യമായിട്ട് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇത്തരം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമല്ല, എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ആശയം പങ്കുവച്ചപ്പോൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവരും പാനലിസ്റ്റുകളും അതുപോലെ ഇന്നലെ വരെ 1-2 പേരെ വിളിച്ച് ഞങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഞാൻ അവരെ ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഇത്ര ദൂരെ വരണം, കാസർഗോഡ് നിന്ന് വരെ വരുമെന്ന് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു വേണ്ട, അടുത്ത തവണ ഇനിയും അവസരം ഉണ്ടാവട്ടെ, നമുക്ക് എല്ലാവർക്കും ഇനിയും കൂടാമല്ലോ എന്ന്. അങ്ങനെ ഒരുപാട് പ്രചോദനാത്മകമായ സന്ദേശങ്ങൾ, നിമിഷങ്ങൾ പങ്കുവെച്ചാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഇതിൻ്റെ വിജയവും പരാജയവും, വിജയം നിങ്ങൾക്കുള്ളതും പരാജയം ഞാൻ മാത്രം ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു അടിവരയിട്ട് പറയുകയാണ്. എല്ലാവർക്കും സന്തോഷം, നന്ദി. ആഗ്രഹമാണ് നമ്മുടെ ഈ ഒരു ആദ്യ സംരംഭത്തിന് ഉദ്ഘാടന സമ്മേളനത്തിൽ ചേർന്ന ഇവർക്ക് നമുക്ക് സ്നേഹപരമായിട്ട് നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു സൂചന കൊടുക്കണം. അത് വളരെ സന്തോഷത്തോടു കൂടി ഈ അശ്വമേധം നടത്തിക്കൊണ്ടിരിക്കുന്ന കാവ്യശിഖ, അതിൻ്റെ ആ സർഗപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കുതിരയുടെ ഓട്ടം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആവേട്ടനെ തന്നെ